9ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്പർ 14 പ്രൊപ്പോർഷൻ അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഹായ് ഓൾ, എൻ്റെ പേര് നിമിൻ ദാസ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 229, 230 ഈ രണ്ട് പേജുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ്. നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ചോദ്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. നമ്മൾ രണ്ട് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊപ്പോർഷണാലിറ്റി എന്താണെന്നുള്ളത് അല്ലേ. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞിട്ടും വൈ എന്ന് പറഞ്ഞിട്ടും രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ വൈ ഈസ് ഈക്വൽ ടു കെ എക്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. വേർ കെ എന്ന് പറയുന്ന ഈ ആളെന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ഒരു മാറാത്ത സ്ഥിര സംഖ്യയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് ചേഞ്ച് ഉണ്ടായോ അതിന് പ്രൊപ്പോർഷണലായിട്ട് എവിടെയും ഒരു ചേഞ്ച് ഉണ്ടാവും, വൈയിലൊരു ചേഞ്ച് ഉണ്ടാവും നമുക്ക് പറയാം. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന് ആവശ്യം നോക്കാം. ഇവിടെ വൈയും എക്സും പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു ആണല്ലോ. എക്സ് ചേഞ്ച് ചെയ്താൽ ആരും ചേഞ്ച് ആയിട്ട് വരും, വൈയും ചേഞ്ച് ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റീനെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഒന്ന് വിചാരിക്കുക, ഈ എക്സ് 2 ടൈംസ് ആയി എന്ന് വിചാരിക്കുക. എക്സ് എന്തായി 2 ടൈംസ് ആയി. അങ്ങനെയാണെങ്കിൽ വൈയും എന്താവണം, 2 ടൈംസ് ആവണം. എന്നാൽ മാത്രമേ അത് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി എക്സ് ഒരു 3 ടൈംസ് ആയി എന്ന് വിചാരിക്കാം. എക്സ് 3 ടൈംസ് ആയി. അങ്ങനെയാണെങ്കിൽ വൈയും എന്താവണം, 3 ടൈംസ് തന്നെ ആയിരിക്കണം. എന്നാലേ അത് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി എക്സ് ഒരു 4 ടൈംസ് ആയി. എക്സ് 4 ടൈംസ് ആയി. അങ്ങനെയാണെങ്കിൽ വൈയും എന്തായിരിക്കണം, 4 ടൈംസ് തന്നെ ആയിരിക്കണം. ഓക്കെ അല്ലേ. ഇനി എക്സ് ഹാഫ് ആയി എന്ന് വിചാരിക്കാം. 1/2 ടൈംസ് ആയി, ഹാഫ് ആയി. അങ്ങനെയാണെങ്കിൽ വൈയും എന്തായിരിക്കണം, ഹാഫ് തന്നെ ആയിരിക്കണം. ഇനി ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ എക്സ് സ്കെയിൽ ചെയ്ത ഫാക്ടർ ഏതാണോ അതേ ഫാക്ടർ കൊണ്ട് തന്നെയായിരിക്കണം എന്തും സ്കെയിൽ ചെയ്തിട്ടുണ്ടാവുക. വൈ എന്ന് പറഞ്ഞ ആളെയും സ്കെയിൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ് ഹാഫ് ആയാൽ വൈയും ഹാഫ് ആവണം, എക്സ് ഡബിൾ ആയാൽ വൈ ഡബിൾ ആവണം, എക്സ് ട്രിപ്പിൾ ആയാൽ വൈയും എന്താവണം, ട്രിപ്പിൾ ആവണം. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേജിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ? എളുപ്പമാണല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സം എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം അത് 180 ഡിഗ്രിയാണ്. ആൻഡ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ, ഹെക്സഗണിൻ്റെ സം ഓഫ് ആംഗിൾ എത്രയാണ്? ഹെക്സഗണിൻ്റെ സം ഓഫ് ആംഗിൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 720 ഡിഗ്രിയാണ് വരിക. അതെങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് പറയാം. അതിനു മുമ്പേ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഡസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ചേഞ്ച് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് സൈഡ്? എക്സ്പ്ലെയിൻ ദ റീസൺ. ഒരു പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് നമ്പർ ഓഫ് സൈഡ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണോ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ആണെങ്കിൽ അല്ലെങ്കിലും എക്സ്പ്ലെയിൻ ദ റീസൺ, എന്താണ് കാരണം എന്ന് വ്യക്തമാക്കണം അല്ലേ. ചെയ്തു നോക്കാം. നമ്മളോട് ആദ്യം ചോദിച്ചത് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. അത് നമുക്കറിയാം 180 ഡിഗ്രിയാണ്, ഡയറക്റ്റ്ലി തന്നെ എഴുതി വെക്കാം. ഇനി സം ഓഫ് ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ പറഞ്ഞു 720 ഡിഗ്രിയാണ്. അറിയാമെങ്കിൽ നേരിട്ട് തന്നെ എഴുതിയാൽ മതി. ഇനി അറിയില്ലെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ. n-2 × 180. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഹെക്സഗൺ എന്ന് പറയുന്ന ആൾക്ക് എത്ര സൈഡ് ഉണ്ടാവും, 6 സൈഡാണ് ഉണ്ടാവുക. അപ്പോൾ 6 - 2 × 180 എന്നാണ് കിട്ടുക. ഇനി 6 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. അപ്പോൾ 4 × 180 എന്നാണ് ആൻസർ കിട്ടുക. ഈ 4 × 180യുടെ ആൻസറാണ് എത്ര, 720 ഡിഗ്രി. അപ്പം ആദ്യം നമ്മളോട് ചോദിച്ചത് ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾ ആയിരുന്നു, 180 എന്ന് കിട്ടി. പിന്നെ ഹെക്സഗണിൻ്റെ ചോദിച്ചു, അത് എത്ര കിട്ടി, 720 എന്ന് കിട്ടി. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ, ഈ കിട്ടിയ സം ഓഫ് ആംഗിൾസ് ചേഞ്ച് ചെയ്യുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടാണെന്ന് ചോദിച്ചത്, നമ്പർ ഓഫ് സൈഡ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കാം, ഞാനിവിടെ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ്. നമ്പർ ഓഫ് സൈഡ്സ്, പിന്നെ സം ഓഫ് ആംഗിൾസ്. നമ്പർ ഓഫ് സൈഡ്സും സം ഓഫ് ആംഗിൾസും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണ്, കറസ്പോണ്ടിങ് വാല്യൂസ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ട്രയാങ്കിളിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്. ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്, ട്രയാങ്കിളിന് 3 സൈഡ്സാണ് ഉണ്ടാവുക. അപ്പോൾ കിട്ടിയ സം ഓഫ് ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ഹെക്സഗൺ ആണ്. ഹെക്സഗണിന് നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്, 6 ആണ്. അപ്പോൾ കിട്ടിയ സം ഓഫ് ആംഗിൾ എത്രയാണ്,
720 ഡിഗ്രിയാണ്. നമ്മൾ പറഞ്ഞു ഇവർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒരാൾ ഡബിൾ ആയാൽ മറ്റേ ആൾ എന്താവണം, ഡബിൾ ആവണം. ഒരാൾ 3 ടൈംസ് ആയാൽ മറ്റേ ആൾ എന്താവണം, 3 ടൈംസ് ആവണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെയുള്ള നമ്പർ ഓഫ് സൈഡ് ആദ്യം 3 എന്നായിരുന്നു, അതെന്തായിട്ട് മാറി, 6 ആയിട്ട് മാറി. ഈ 3 6 ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അഥവാ അത് ഡബിൾ ആയിട്ട് മാറിയുണ്ടല്ലേ. ഇനി ഇവിടെ നോക്കാം, ഇവിടെ കിട്ടിയത് 180 ആണ്, ഇവിടെ കിട്ടിയത് എത്രയാണ്, 720 ആണ്. 180ന് ഡബിൾ ആണോ 720? അല്ല. 180നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക, 720 എന്ന് കിട്ടുക. ഇനി ഇവർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇവിടെയും 2 കിട്ടിയാൽ ഇവിടെയും എന്ത് വേണം, 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ അങ്ങനെയാണോ ഇവിടെ ഉള്ളത്? അല്ല. അപ്പോൾ ഇവരെന്തല്ല, പ്രൊപ്പോർഷണൽ അല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. സം ഓഫ് ആംഗിൾസ് ആർ നോട്ട് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സിന് പ്രൊപ്പോർഷണൽ അല്ല സം ഓഫ് ആംഗിൾ. ഇനി നിങ്ങളോട് അതിൻ്റെ റീസണും കൂടെ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ റീസൺ എന്നും കൂടെ പറയുന്നുണ്ട്. എന്താ ഇവിടുത്തെ റീസൺ? നമ്പർ ഓഫ് സൈഡ്സ് ഡബിൾ ആയപ്പോൾ സം ഓഫ് ആംഗിൾ എന്തായില്ല, ഡബിൾ ആയിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് റീസൺ. വെൻ നമ്പർ ഓഫ് സൈഡ്സ് ഡബിൾഡ്, നമ്പർ ഓഫ് സൈഡ്സ് ഡബിൾ ചെയ്തപ്പോൾ സം ഓഫ് ആംഗിൾസ് നോട്ട് ഡബിൾഡ് അല്ലെങ്കിൽ ബിക്കം 4 ടൈംസ്. അതാണ് ഇവിടെ പ്രശ്നമായത് അല്ലേ. അപ്പം ഇതാണ് ഇതിൻ്റെ റീസൺ. സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ നേരിട്ട് ആൻസറിലേക്ക് എത്തി. ഇനി രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നത് എങ്ങനെയാണ്? ഇൻസൈഡ് എ ട്രയാങ്കിൾ ഓഫ് ബേസ് 6 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ വലിയൊരു ട്രയാങ്കിൾ അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ, ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ, ഇതിൻ്റെ ബേസ് 6 സെൻറ്റിമീറ്റർ ആണ്, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ഈ ട്രയാങ്കിളിൻ്റെ ഇൻസൈഡിൽ അഥവാ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നത്, ലൈൻസ് ആർ ഡ്രോൺ പാരലൽ ടു ദ ബേസ്. നോക്കിക്കേ, ഇതാണ് ബേസ്, ഇതിന് പാരലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലേ, ഒരുപാട് ലൈൻസ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി പ്രൂവ് ദാറ്റ്, നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്രൂവ് ചെയ്യാനാണ് അല്ലേ. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദീസ് ലൈൻ ചേഞ്ച് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ്. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിക്കേ, ഈ ലൈൻ്റെ ലെങ്ത്ത് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട് അല്ലേ. നോക്കിക്കോളോ, ഈ ടോപ്പ് വെർട്ടെക്സിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പം ഉണ്ടാകുന്ന ലെങ്ത്താണിത്. ഈ ഡിസ്റ്റൻസ് കൂടുമ്പം ലെങ്ത്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഡിസ്റ്റൻസ് വീണ്ടും കൂട്ടിയപ്പം ലെങ്ത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും കൂടി. ഡിസ്റ്റൻസ് വീണ്ടും കൂട്ടിയപ്പോൾ ലെങ്ത്ത് എന്ത് ചെയ്തു, വീണ്ടും കൂടി. വിച്ച് മീൻസ് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ആര് മാറുന്നുണ്ട്, ലെങ്ത്ത് മാറുന്നുണ്ട്. ആ മാറ്റം പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചിത്രം ഇവിടെ മാറ്റി തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിളിൽ ഒരു ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ആ ലെങ്ത്തിന് ഞാൻ എന്തെന്ന് വിളിച്ചു, എൽ എന്ന് വിളിച്ചു. ഇനി ഇവിടെ നിന്നിട്ടുള്ള ഡിസ്റ്റൻസ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഇവിടെ ഈ ഒരു ഹൈറ്റ് ആണല്ലേ. അപ്പോൾ ഞാൻ അതിന് എന്തെന്ന് വിളിച്ചു, എച്ച് എന്നും വിളിച്ചു. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ ലെങ്ത്ത് എച്ച് മാറുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് മാറുന്നത്. അഥവാ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എച്ച് എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ കഴിയണം. അങ്ങനെ എഴുതാൻ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ. ഇനി എങ്ങനെ ചെയ്യും നോക്കാം. ഇവിടെ ആ ഫിഗർ ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ചിട്ടുണ്ട്. 2 കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ലെങ്ത് ഓഫ് ലൈൻ ഇസ് ഈക്വൽ ടു എൽ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ഇസ് ഈക്വൽ ടു എച്ച്. ഒന്നുമില്ല, നമ്മൾ ഈ കാണുന്ന ലൈനല്ലേ നമ്മുടെ ആവശ്യമുള്ള ലൈന്, ആ ലൈനിൻ്റെ ലെങ്ത്തിനെ ഞാൻ എൽ എന്നാണ് വിളിച്ചത്. പിന്നെ അതുപോലെ ഈ ടോപ്പ് എന്നുള്ള ഡിസ്റ്റൻസിന് ഞാൻ എന്തെന്ന് വിളിച്ചു, എച്ച് എന്ന് വിളിച്ചു. ഇനി നമ്മുടെ പരിപാടി എന്താ, എൽ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻറ്റു എച്ച് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എൽ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻറ്റു എച്ച്. ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് ബേസ് അല്ലേ. ആ ബേസ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര സെൻറ്റിമീറ്ററാണ്, 6 സെൻറ്റിമീറ്ററാണ് ബേസ്, 6 സെൻറ്റിമീറ്റർ. പിന്നെ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സിന് ഇവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റാണ് ഉണ്ടാവുക. ആ ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്ററാണ്. ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ്, ഈ കാണുന്ന ആൾ 3 സെൻറ്റിമീറ്ററാണ്. ഈ ഒരു വെർട്ടെക്സ് നിന്ന്
ഈ ബേസിലേക്ക് വരുന്ന ഹൈറ്റ് അത് 3 സെൻറ്റിമീറ്ററാണ് വരിക. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം നോക്കിക്കോ, ഇവിടെ വലിയൊരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഈ ട്രയാങ്കിളിൽ ഒരു ബേസിന് പാരലായിട്ടൊരു സൈഡ് വരച്ചു, ഒരു ലൈൻ വരച്ചു. ആ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ കിട്ടും, ഒരു ചെറിയ ട്രയാങ്കിൾ കിട്ടി. ഈ കിട്ടിയ ചെറിയ ട്രയാങ്കിളും നമ്മൾ നേരത്തെ ആ വലിയ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. എന്ത് ട്രയാങ്കിൾസ് ആയിരിക്കും? സിമിലർ ട്രയാങ്കിൾസ്. അതെങ്ങനെയാണ് വന്നത്? അത് നമുക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് വന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുന്നു. ഈ വലിയ ട്രയാങ്കിളിൻ്റെ പേര് ABC എന്നും ഈ ഒരു ലൈൻ്റെ ഇവിടെ PQ എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനി ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് ട്രയാങ്കിൾ ABC. ആരാ ട്രയാങ്കിൾ ABC? ഈ കാണുന്ന വലിയ ട്രയാങ്കിളാണ് ABC. ഓക്കെ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ APQ. APQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? അപ്പം ഈ 2 ട്രയാങ്കിൾസിൽ ആംഗിൾസ് ഈക്വൽ ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, A എന്ന് പറഞ്ഞൊരു ആംഗിൾ. ഈ ആംഗിൾ 2 ട്രയാങ്കിളിലും കോമൺ ആയിട്ട് കിടക്കുന്ന ആംഗിൾ അല്ലേ? അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും ആംഗിൾ A is equal to ആംഗിൾ P. കാരണം എന്താ? കോമൺ ആംഗിൾസ് ആണല്ലോ. ഇനി ഈ ലൈനും പാരലൽ ലൈനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അതൊന്ന് ആദ്യം ഇവിടെ എഴുതി വെക്കുകയാണ്. PQ പാരലൽ ടു എന്താണ്? AB ആണ്. സോറി, AB അല്ല, BC എന്നല്ല നമ്മൾ പേര് കൊടുത്ത്, BC ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, 2 പാരലൽ ലൈൻ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2 പാരലൽ ലൈൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പം ഈ 2 പൊസിഷനിൽ വരുന്ന ആംഗിൾസ്, ഈ ആംഗിൾസിനെ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ് വിളിക്കുക. ആ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ Pയും ആംഗിൾ Bയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് നേരെ എഴുതി. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആംഗിൾ A is equal to ആംഗിൾ A എന്നാണ് കേട്ടോ. 2 ട്രയാങ്കിളിലും ആംഗിൾ A ആണ്. പിന്നെ താഴെ ആംഗിൾ B is equal to ആംഗിൾ P ആണ്. കാരണം എന്താ? അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോംഡ് വെൻ എ പെയർ ഓഫ് പാരലൽ ലൈൻ BC ആൻഡ് PQ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ ലൈൻ അല്ലേ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു C എന്ന് പറഞ്ഞിട്ടൊരു ആംഗിളും ഇവിടെ ഒരു Q എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളും ഉണ്ട്. ഇതും എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് തന്നെയായിരിക്കും. അപ്പം ആംഗിൾ C ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ Q. അതും കൂടെ എഴുതി വെച്ചു. ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ Q. ഇതിന് റീസൺ എന്ത് തന്നെയാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് തന്നെയാണ് അല്ലേ? ഇപ്പോൾ നോക്കുക, ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ്, ആ 3 ആംഗിൾസ് ചെറിയ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിന് എന്തായി? ഈക്വലായിട്ട് മാറി. അങ്ങനെ ഈക്വലായിട്ട് മാറിയാൽ ആ ട്രയാങ്കിൾസ് എന്തായിട്ട് മാറും? സിമിലർ ട്രയാങ്കിൾസ് ആയിട്ട് മാറും. അപ്പോൾ ആ പോയിന്റും കൂടെ ഒന്ന് എഴുതി വെക്കാം. ദ 3 ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആർ ഈക്വൽ ടു ദ 3 ആംഗിൾസ് of triangle APQ. So these are similar triangles. ഈ ട്രയാങ്കിൾസിന് എന്തെന്ന് വിളിക്കാം? സിമിലർ ട്രയാങ്കിൾസ് ആണ് ഇവരെന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? ഇനി സിമിലർ ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ സൈഡ്സ് ഒക്കെ സ്കെയിൽ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? സെയിം ഫാക്ടർ കൊണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ നോക്കാം, നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന് സിമിലർ ആയിട്ട് വേറൊരു ട്രയാങ്കിൾ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. സിമിലർ ആയിട്ട് വേറൊരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് ABC ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് A×R. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്കെയിൽ ഫാക്ടറാണ്. എനെ R എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് AR എന്നുള്ള സൈഡായത്. അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും? BR ആയിരിക്കും. ഈ സൈഡ് എന്തായിരിക്കും? CR ആയിരിക്കും. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിനെ ഞാൻ H എന്ന് വിളിച്ചാൽ ഈ Hഉം സ്കെയിൽ ചെയ്തിരിക്കുന്നത്
അതേ ഫാക്ടർ കൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കും, h ഇൻറ്റു ആർ ആയിരിക്കും. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ദ സൈഡ്സ് ആൻഡ് ഹൈറ്റ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ എന്നുള്ള പോയിന്റ്. അപ്പോൾ ഒന്നുകൂടെ എഴുതി വെക്കാം. ഇൻ സിമിലർ ട്രയാങ്കിൾസ് heights and sides are scaled by the same factor. സൈഡ്സും ഹൈറ്റും എന്താണ്, ഒരേ ഫാക്ടേഴ്സ് കൊണ്ടാണ് സ്കെയിൽ ചെയ്തത്. ഇനി ശ്രദ്ധിക്കുക, നമ്മളെ ഫിഗറിലേക്ക് വരാം. ഫിഗറിലേക്ക് എ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട് അല്ലേ, ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും എ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്. ഈ എൻ്റെ ഓപ്പോസിറ്റ് ചെറിയ ട്രയാങ്കിളിൽ ഏതാ സൈഡ്, എൽ ആണ്. എൻ്റെ ഓപ്പോസിറ്റാണ്. എൻ്റെ ഓപ്പോസിറ്റിലേക്ക് നോക്കുമ്പോൾ സൈഡ് ഏതാണ്, എൽ ആണ്. വലിയ ട്രയാങ്കിളിലോ ഓപ്പോസിറ്റിലേക്ക് നോക്കുമ്പോൾ സൈഡ് ഏതാണ്, 6 ആണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഞാൻ ഒന്ന് എടുത്ത് നോക്കാൻ പോവാണ്. നോക്കിക്കോ, ഇങ്ങനെയാണ് വരിക, എൽ ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഹൈറ്റുകളുടെ റേഷ്യോ, രണ്ട് ട്രയാങ്കിളിൻ്റെയും ഹൈറ്റിൻ്റെ റേഷ്യോ. ചെറിയ ട്രയാങ്കിളാണ് നമ്മൾ തുടക്കത്തിലെടുത്തത്. അപ്പോൾ ചെറുതിൻ്റെ ഹൈറ്റ് h എന്നും വലുതിൻ്റെ ഹൈറ്റ് എന്താ 3 എന്നും വരും. അപ്പോൾ അതേ റേഷ്യോ തന്നെയായിരിക്കും ഹൈറ്റിൻ്റെ റേഷ്യോ, ഈക്വൽ ടു h/3 എന്ന് വരും. ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്യുമ്പം ഈ 6 നേരെ ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പം L is equal to 6 ഇൻറ്റു h/3. 3 തൽക്കാലം അവിടെ തന്നെ എന്നോട്ടെ. ഇനി 6/3 നമുക്കറിയാം എത്ര കിട്ടുക, 2 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ L is equal to എന്തെന്ന് എഴുതാൻ പറ്റും, 2 ഇൻറ്റു h. L is equal to ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു h തന്നെയല്ലേ ഇപ്പം കിട്ടിയത്. കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ, ക്യാൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്, 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, നേരിട്ട് എഴുതി വെക്കാം, L പ്രൊപ്പോർഷണൽ ടു h ആണ്. അഥവാ ലെങ്ത് ഓഫ് ലൈൻ ചേഞ്ചസ് പ്രൊപ്പോർഷണലി with respect to distance from the top. ഇനി നമ്മളോട് ചോദിച്ചത് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നേരിട്ട് എഴുതി വെക്കണം, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാറാതിരിക്കുന്ന ആൾ ആരാ, മാറാതിരിക്കുക, 2 അല്ലേ. അപ്പം ഈക്വൽ ടു 2, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി നേരിട്ട് മൂന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, വിത്തിൻ എ സെമി സർക്കിൾ ഓഫ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റേഴ്സ് ലൈൻസ് ആർ ഡ്രോൺ പാരലൽ ടു ദ ഡയമീറ്റർ. നോക്കാം, ഇതൊരു സെമി സർക്കിളാണ്. ഈ കാണുന്നത് സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണ്. വിച്ച് മീൻസ് ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ ആണ്. ഈ ഡയാമീറ്ററിന് പാരലായിട്ട് ഒരുപാട് ലൈൻസ് ഇതേപോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി എന്താണ് ചോദ്യം, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ, താഴെ 2 പിക്ചേഴ്സ് ഉണ്ട്, ഒന്ന് ഈ പിക്ചറും ഒന്ന് ഇവിടെ കാണുന്ന പിക്ചറും അല്ലേ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ലൈൻ പാരലൽ ടു ദ ഡയമീറ്റർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ലൈൻ പാരലൽ ടു ദ ഡയമീറ്റർ. ഫസ്റ്റ് ഫിഗറിലേക്ക് നോക്കിക്കേ, ഇവിടെ ഇതാണ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ. അതിന് പാരലായിട്ടുള്ള ലൈനാണ് ഈ പച്ച കളറിൽ കാണുന്നത്. അതിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ. ഇവിടെ നിന്ന് ഈ ടോപ്പിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഹൈറ്റ് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കിളിന്, സെമി സർക്കിളിന് ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. ആ സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്നാണ് വിളിക്കുക. അത് ഈ 10ൻ്റെ പകുതിയായിരിക്കും, എത്രയാണ്, 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ഈ ലെങ്ത്തും എന്തായിരിക്കും, റേഡിയസ് തന്നെയായിരിക്കും. അതും എത്ര സെൻറ്റിമീറ്ററാണ് വരിക, 5 സെൻറ്റിമീറ്റർ. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മാക്സിമം പോയിൻ്റാണ് ഈ സർക്കിളിൻ്റെ അല്ലേ. അവിടേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് വരയ്ക്കുക. ഈ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ഹൈറ്റ് ആയിട്ടാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് നേരെ ഇവിടെ എത്തും, സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് എത്തും. അപ്പോൾ ഈ കാണുന്ന ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതും റേഡിയസ് തന്നെയാണ്. അതും എത്രയായിരിക്കും, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ 5 സെൻറ്റിമീറ്ററിൽ ഈ മേലത്തെ ഇത്രയും പോർഷൻ ഞാനിവിടെ ഒരു പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിടാം.
ഇത്രയും പോർഷൻ 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻ എത്രയായിരിക്കും? 5 - 1 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പം ഈ സർക്കിളിനെ സംബന്ധിച്ച് ഈ കാണുന്ന ആളെന്താണ്? ഈ പച്ച കളറിൽ കാണുന്ന ഈ ആളില്ലേ, ഇയാളെന്ന് പറഞ്ഞാൽ കോഡല്ലേ, സർക്കിളിൻ്റെ കോഡാണ്. ആ കോഡിലേക്ക് സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണത്. അങ്ങനെയാണെങ്കിൽ ഇത് സർക്കിളിൻ്റെ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. ഈ കാണുന്ന കഷ്ണവും ഞാനിപ്പോൾ രണ്ടാമത് ഹൈലൈറ്റ് ചെയ്ത ഈ കഷ്ണം എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, ഓൾട്ടിറ്റ്യൂഡ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ? മതി. ആ ലെങ്ത്ത് കിട്ടിയാൽ അതിന് നേരെ ഡബിൾ ആയിരിക്കും ഈ ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ ഇതേപോലെയാണ് അടുത്ത ചോദ്യം നമ്മൾ ചെയ്യാൻ പോവുക. അടുത്ത ചോദ്യത്തിൽ എങ്ങനെയാണ് വരിക നോക്കിക്കോ. സെൻറ്റർ ഇവിടെ വരും. ഈ ഒരു പോയിൻ്റ് സെൻറ്ററാണെന്ന് വിചാരിക്കാം. ഈ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആയിരിക്കും. റേഡിയസ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേഡിയസ് 10ൻ്റെ പകുതി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ടോട്ടൽ ഈ കാണുന്ന 5 സെൻറ്റിമീറ്ററിൽ ഇവൻ 2 കൊണ്ടുപോയി. അപ്പോൾ ബാക്കി ഇവിടെ മുതൽ ഇവിടെ വരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഭാഗം എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവുക? 3 സെൻറ്റിമീറ്റർ ഉണ്ടാവും. പിന്നെ ഇത് ഒരു റേഡിയസ് തന്നെയാണ്, അതും എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ. റൈറ്റ് ട്രയാങ്കിളാണ്. നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഈ കാണുന്ന ബേസിനെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. സർക്കിളിൻ്റെ സെൻറ്ററിന് O എന്നും ഈ ഒരു പോയിൻറ്റിന് A എന്നും, ഇത് B, ഇവിടെ ഞാനൊരു 90 ഡിഗ്രി ആവുന്ന ഇവിടെ ഞാൻ C എന്നും, ഇവിടെ എന്തെന്നും കൊടുത്തു? D എന്നും കൊടുത്തു. ഇനി നമ്മൾ പറഞ്ഞ ട്രയാങ്കിൾ ഈ കാണുന്ന OAC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളാണ് അല്ലേ? അപ്പോൾ ആ ട്രയാങ്കിളിലേക്ക് നോക്കുമ്പോൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ OAC നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സൈഡാണ്. ഇതിനെ ബേസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ബേസ് സീക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? സ്ക്വയറിന് ബേസിനെ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ അതിൻ്റെ പേര് AC എന്നാണ്. അപ്പോൾ AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ആരാ നോക്കുക? ഹൈപ്പോട്ടന്യൂസ് 5 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 5 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് ആരാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 സ്ക്വയർ എന്ന് വരും. നമുക്കറിയാം 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 ആണ് 25. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 ആണ് 16. 25-ൽ നിന്ന് 16 കുറയ്ക്കണം. 25-ൽ നിന്ന് 16 കുറച്ചാൽ എത്ര കിട്ടുക? 9 ആണ് കിട്ടുക. AC ഈസ് ഈക്വൽ ടു റൂട്ട് 9 എന്ന് കിട്ടും. അപ്പോൾ റൂട്ട് 9 AC ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും? 3 സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും. AC ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ACൻ്റെ വാല്യൂ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ വാല്യൂ ഹൈലൈറ്റർ കൊണ്ട് കാണിച്ചാൽ ഇതാണ് AC. അത് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട AC ആണോ? അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ടോട്ടൽ ലെങ്ത് ആണ് അല്ലേ? AB എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AB എത്ര വരും? ACൻ്റെ ഡബിൾ. AB ഈസ് ഈക്വൽ ടു 2 × 3. ACൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 3 + 3 എന്നോ 2 × 3 എന്ന് എഴുതാം. 6 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. 6 സെൻറ്റിമീറ്റർ ആണ് ABയുടെ നീളം. ഓക്കെ, കഴിഞ്ഞു. ഇനി ഇതേപോലെ തൊട്ടടുത്ത ചോദ്യം. തൊട്ടടുത്ത ചോദ്യത്തിൽ ഞാൻ നേരത്തെ പോലെ തന്നെ ട്രയാങ്കിൾ ഉണ്ടാവും. പേരുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ കണ്ടുപിടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഒരു സൈഡ് 3ഉം ഒരു സൈഡ് 5ഉം ആകുമ്പോൾ ഒരു സൈഡ് 4ഉം ഒരു സൈഡ് 5ഉം ആകുമ്പോൾ നമുക്ക് ബേസ് കിട്ടിയത് 3 ആണല്ലേ? അപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പൈതഗോറസ് ട്രിപ്ലറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ ഒരാൾ 4ഉം ഒരാൾ 5ഉം ആണെങ്കിൽ അടുത്ത ആൾ എത്രയാണ്? 3 ആയിരിക്കും. ഒരാൾ 3ഉം ഒരാൾ 5ഉം ആണെങ്കിൽ ലാസ്റ്റത്തെ ഒരാൾ എത്രയായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഇത് 4 ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ ഇവിടെയും നോക്കാം. ഇവിടെ OQ ആണ് ബേസ്, QR ആണ് ബേസ്. അപ്പോൾ QR ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ആരാണ്? 5 തന്നെ. ഓൾട്ടിറ്റ്യൂഡ് ആരാണ്? 3 ആണ്. അപ്പം 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് കിട്ടും. ഇനി റൂട്ട് ഓഫ്
25 മൈനസ് 9 എന്നാണ് വരിക. റൂട്ട് ഓഫ് 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 ആണ്. റൂട്ട് 16ൻ്റെ വാല്യൂ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ക്യു ആർ എത്ര കിട്ടി? 4 സെൻറ്റിമീറ്റർ എന്ന് സ്റ്റെപ്പ് വൈസും കണ്ടുപിടിക്കാം. ക്യു ആർ 4 ആണെങ്കിൽ പി ആറും എത്രയായിരിക്കും? 4. ഇവനും 4 ആയിരിക്കും, ഇവനും എന്തായിരിക്കും? 4 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ലെങ്ത് ആണ്. പി ക്യു സീക്വൽ എത്രയായിരിക്കും? 2 × 4 എത്ര സെൻറ്റിമീറ്ററാണ്? 8 സെൻറ്റിമീറ്റർ. അപ്പം അത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: ഡസ് ദ ലെങ്ത് ഓഫ് പാരലൽ ലൈൻ ചേഞ്ച് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെമി സർക്കിൾ, എക്സ്പ്ലെയിൻ ദ റീസൺ. ശ്രദ്ധിക്കുക, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ് എങ്കിൽ ഇവിടെയുള്ള ലെങ്ത് ഓഫ് ലൈന് 6 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. 2 സെൻറ്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ് എങ്കിൽ ലെങ്ത് ഓഫ് ലൈന് 8 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. വിച്ച് മീൻസ് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആയിട്ട് മാറുമ്പോൾ അവിടെ ലെങ്ത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ആ ചേഞ്ച് പ്രൊപ്പോർഷണൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 2 പോയിൻറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. വെൻ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ഈസ് 1 സെൻറ്റിമീറ്റർ, ആ ടോപ്പ് എന്നുള്ള ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ ആകുമ്പം ലെങ്ത് ഓഫ് ലൈൻ എത്രയാണ്? 6 ആണ്. ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് 2 സെൻറ്റിമീറ്റർ ആയപ്പോൾ ലെങ്ത് ഓഫ് ലൈൻ എന്താണ്? 8 ആണ്. ഇവർ പ്രൊപ്പോർഷണൽ ആണെന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. ശ്രദ്ധിക്കുക, 1 2 ആയിട്ട് മാറി. 1 എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. 1 2 ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡബിൾ അല്ലേ ആയത്? 2 ടൈംസ് ആണ് ആയത്. ഇവർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഈ 6ഉം ഇവിടേക്ക് വരുമ്പോൾ 2 ടൈംസ് ആവണം. 6ൻ്റെ 2 ടൈംസ് എത്രയാണ്? 12 ആണ്. അങ്ങനെ ആയിട്ടുണ്ടോ? അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ആയില്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഇവർ പ്രൊപ്പോർഷണൽ അല്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ ഇവിടെ ദേ ആർ നോട്ട് പ്രൊപ്പോർഷണൽ ആണ്. ദേ ആർ നോട്ട് പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ അല്ല. അതിനൊരു കാരണമുണ്ട്, റീസൺ. എന്താ റീസൺ? വെൻ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ്, മുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡബിൾ ആയപ്പോൾ, ഡബിൾഡ് ലെങ്ത് ഓഫ് ലൈൻ നോട്ട് ഡബിൾഡ്. ലെങ്ത് ഓഫ് ലൈൻ എന്തായില്ല? ഡബിൾ ആയില്ല. അങ്ങനെ ഡബിൾ ആവാത്തത് കൊണ്ട് ഇതെന്തല്ല? പ്രൊപ്പോർഷണൽ അല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2 പേജിലുള്ള ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.